ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അതീവ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഡി മണിയെ ദിണ്ടിഗലിലെത്തി ചോദ്യം ചെയ്യുകയാണ്. ഡി മണിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഒന്നും കേട്ടിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് അറിയില്ല എന്നും മണി ഇവരോട് പറഞ്ഞു, SITയോട് പറഞ്ഞു എന്ന ആദ്യ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മണിയുടെ സുഹൃത്ത് ശ്രീകൃഷ്ണൻ SITയുടെ നിരീക്ഷണത്തിലാണ് എന്ന വിവരം കൂടിയുണ്ട്. ഇറിഡിയം തട്ടിപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് ഡി മണി എന്താണ് അവിടുത്തെ പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഡി മണിയുടെ ദൃശ്യങ്ങളാണ്, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ദിണ്ടിഗലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്ന. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഡി മണി എന്ന പേര് അത് ഡയമണ്ട് മണിയാണോ അല്ല ദാവൂദ് മണിയാണോ, അതുപോലെ മറ്റു ചില പേരുകൾ കൂടി ഡി എങ്ങനെ ആരാണ് എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളും സന്ദേഹങ്ങളും ഒക്കെ വരുന്നതിനിടയിൽ അത്തരം ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നു. ഈ ഡി മണി യഥാർത്ഥത്തിൽ ആരാണ്? ദിണ്ടിഗലിൽ ഉള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? അങ്ങനെ ഡി മണിക്കൊരു മുഖം വന്നു കഴിഞ്ഞു. ഏതായാലും ഇന്നിപ്പോൾ ഡി മണി എന്ന് പറയുന്ന പേരിൽ നമ്മൾ ഇതുവരെ സംശയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ മുഖം ഇന്ന് പുറത്തു വന്നു. അത് ദിണ്ടിഗലിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന സുബ്രഹ്മണ്യൻ എന്ന മണിയാണ്. അവിടെ തെക്കൻ തിരുവിതാംകൂറെ പരാമർശിച്ച ഒരു സിനിമയുണ്ടല്ലോ, രാജമാണിക്യം. വളരെ ഹാസ്യ കഥാപാത്രമായി മമ്മൂട്ടി വന്നാണ്. ദുബായിൽ ഡയമണ്ട് രാജ എന്നറിയപ്പെടും. ബെല്ലാരി രാജ. അങ്ങനെ ചീട്ടുകളിക്കാർക്കിടയിൽ മറ്റൊരു പേര്. അങ്ങനെ വലിയ വിപുലമായ സംവിധാനമുള്ള ആളാണോ, അതോ ഒരു പേരിലേക്ക് എത്തി അതിന്റെ ഭാവമുള്ള ചോദ്യം ചെയ്യലാണോ? ഇയാൾക്ക് വലിയ വിപുലമായ കണക്ഷൻസ് ഉണ്ട് എന്നൊരു സംശയം ഇപ്പോൾ ബലപ്പെടുന്നുണ്ടോ കൂടുതലായി? അത് സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു. കാരണം രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വിദേശ വ്യവസായം നൽകിയ ഒരു മൊഴി, ആ മൊഴിയിൽ അവർ നൽകിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വിഗ്രഹത്തിന്റെ ഇടപാടുകൾ നടത്തിയിരുന്ന ഒരു ദാവൂദ് മണിയെക്കുറിച്ചാണ്. അയാൾ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു നൽകിയിരുന്ന വിവരം. അയാൾക്ക് തമിഴ്നാട്ടിലാകെ മറ്റ് ലിങ്കുകളുണ്ട്. അയാളുമായി ബന്ധമുള്ള ആൾ കൂടിയാണ് ഈ വിദേശ വ്യവസായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SITയുടെ സ്പെഷ്യൽ സ്ക്വാഡ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. ഇന്നലെയാണ് പൊടുന്നനെ ഈ അന്വേഷണത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്ഥലം മാറി ചെന്നൈയിൽ നിന്ന് ഈ വിരുദുനഗർ, മധുര, ദിണ്ടിഗൽ മേഖലയിലേക്ക് വരുന്നു എന്നുള്ള വിവരം കിട്ടുന്നത്. ദിണ്ടിഗലിൽ ഇന്നലെ തന്നെ കുറേ പരിശോധനകളൊക്കെ നടത്തി. ചില സ്ക്രാപ്പ് ഏരിയകളിലൊക്കെ സ്ക്രാപ്പ് ബിസിനസ് നടത്തുന്ന ആൾക്കാരുടെയൊക്കെ സ്ഥാപനങ്ങളിൽ പരിശോധനയൊക്കെ നടത്തി. അങ്ങനെ ആണ് ഇപ്പോൾ ഡി മണി എന്ന് പറയുന്ന ദിണ്ടിഗലിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നയാളാണ്. അയാളുടെ സ്വന്തം, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്, ആ പരിശോധന നടക്കുന്നത് ഈ ബിൽഡിംഗ്, ഇത് ഇയാളുടെ സ്വന്തം ബിൽഡിംഗ് ആണ്. അതിലാണ് അയാളുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ഈ സ്ക്രാപ്പ് ബിസിനസ് എന്ന് പറയുമ്പോൾ ആക്രി കച്ചവടം, അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കുറേ കാലമായി ഒരു തട്ടിപ്പിന്റെ കഥകൾ, അത് തട്ടിപ്പാണോ അത് കഥയാണോ എന്ന കാര്യത്തിൽ വേർതിരിക്കാൻ പലപ്പോഴും നമ്മുടെ പോലീസിന് പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇറിഡിയം, ഇപ്പോൾ പെട്രോൾ മാക്സിൽ നിന്ന്, പഴയ പെട്രോൾ മാക്സിലൊക്കെ ഇറിഡിയം ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ ചില ലോഹവസ്തുക്കളിൽ, പണ്ടുപയോഗിച്ച ലോഹവസ്തുക്കളിൽ അമൂല്യമായ വസ്തുക്കളുണ്ട്, ആണവോർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ സ്ക്രാപ്പ് കച്ചവടക്കാർ ഉൾപ്പെടെ ഇത്തരം വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി വലിയ ലോബി നമ്മുടെ കേരളത്തിൽ, തിരുവനന്തപുരം പലയിടത്തും അറസ്റ്റൊക്കെ നടന്നുവെങ്കിൽ ആ കേസൊന്നും കാര്യമായി തെളിയിക്കപ്പെട്ടില്ല. ഇത് ഈ സ്ക്രാപ്പ് കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആന്റിക് കച്ചവടവുമായി ബന്ധപ്പെട്ട വലിയ ലോബിയിലേക്ക് വിളിച്ച വിതരത്തിൽ വിവരങ്ങളുണ്ടോ? ഇതിനകത്ത് ഇപ്പോൾ ഈ ദിണ്ടിഗലിലുള്ള ഈ മണി എന്ന സുബ്രഹ്മണ്യന് വേറെയും കുറേ പേരുകളുണ്ടെന്നാണ് നമ്മൾ ലോക്കലി അന്വേഷിക്കുമ്പോൾ. ഓട്ടോ മണി എന്നറിയപ്പെടുന്നു, പോപ്കോൺ മണി എന്ന പേരുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് ഓരോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അയാൾക്ക് ആ മേഖലയിലുള്ള വിളിപ്പേരാകുമെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഇയാളുടെ ഒരു ചിത്രം പൂർണ്ണമായും ഇനി ഉരുത്തിരിഞ്ഞ് വരേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ ശബരിമല, ഇപ്പം SITയുടെ മുന്നിലുള്ള മൊഴിയിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തതയൊന്നുമില്ല. രമേശ് ചെന്നിത്തലയ്ക്കും വ്യക്തതയില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇയാളുമായി ഇടപാടുണ്ട് എന്നുള്ളതാണ് അവരുടെ മൊഴി. ഇതിനു മുൻപ് ചില വിഗ്രഹങ്ങൾ ഇയാൾക്ക് വിറ്റിട്ടുണ്ട്, അതിന് സാക്ഷിയാണ് എന്ന് ഈ മൊഴി നൽകിയ വിദേശ വ്യവസായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും SIT അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഡി മണിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, അവർ തമ്മിൽ. ഇപ്പോൾ നമുക്ക് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത്, ലോക്കലി അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഇയാൾ പ്രത്യക്ഷത്തിൽ നടത്തുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഇവർ തമ്മിലുണ്ടോ? അതല്ല ഈ ശബരിമലയിൽ നിന്ന് 2019 തട്ടിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അത് ഇയാൾ വഴിയാണോ എവിടേക്കെങ്കിലും പോയത്? ആ സ്വർണ്ണ ഇടപാടിൽ ഇയാൾക്ക് പങ്കുണ്ടോ? ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് എനിക്കറിയത്തില്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധമില്ല എന്നൊക്കെയുള്ള മൊഴിയാണ് സ്വാഭാവികമായും അയാളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ച് ഇയാളുടെ ഫോൺ കോൾ ഡീറ്റെയിലും ഇയാളുടെ മറ്റ് ഡേറ്റയും, അയാൾ കേരളത്തിൽ വന്നിട്ടുണ്ടോ, ശബരിമലയിൽ വന്നിട്ടുണ്ടോ, ഈ തിരുവനന്തപുരത്ത് വെച്ച് വിഗ്രഹ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നടത്തി എന്നുള്ളതാണ് SITയുടെ കയ്യിലുള്ള മൊഴിയിൽ പറയുന്നത്. നമുക്ക് സാഹചര്യം വെച്ച് ലിങ്ക് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയുണ്ട്, അതിന്റെ തുടർച്ച വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 30.8 കിലോ സ്വർണം, അതിന്റെ മാർക്കറ്റ് വില ഏറെക്കുറെ ഒരു 50 കോടിയേ വരികയുള്ളൂ. പക്ഷേ
അന്താരാഷ്ട്ര മാർക്കറ്റിൽ, പുരാവസ്തു മാർക്കറ്റിൽ ഇതൊരു 500 കോടിക്കപ്പുറത്ത് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള മൂല്യമുണ്ട് എന്ന നിലയിലാണ് ഇത്തരം ഇടപാടുകൾ ഡീൽ ചെയ്യാൻ ഇത്തരത്തിൽ സ്ക്രാപ്പ് ബിസിനസ് ഉൾപ്പെടെ നടത്തുന്ന ആളുകൾ ഒരുപക്ഷെ ഇതിൽ ഇടപെട്ടിരിക്കാം അല്ലേ? ആ നിലയിൽ ലിങ്കിലേക്കാണ് വരുന്നത്. ഇതിനകത്ത് പുരാവസ്തു ഇടപാടെന്ന് പറയുമ്പോൾ കുറഞ്ഞത് 100 വർഷത്തെയെങ്കിലും പഴക്കം വേണം ഒരു വസ്തു പുരാവസ്തു ആവണമെങ്കിൽ. അപ്പോൾ അത് വിദേശത്തേക്ക് കൊണ്ടുപോയാൽ പുരാവസ്തുവിന്റെ കാറ്റഗറിയിൽ 20 വർഷം പഴക്കമുള്ള ശബരിമല സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇത് ഭക്തിയുടെ മാർക്കറ്റിൽ, കാരണം ശബരിമല സന്നിധാനത്ത് ഒരു ദിവസമെങ്കിലും വരുന്ന ഒരു ലോഹമാണെങ്കിലും അയ്യപ്പസ്വാമി വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് അമൂല്യമാണ്. അതിന് എത്ര വില നൽകിയാലും മതിയാകത്തില്ല. അവരുടെ ജീവൻ തന്നെ ചിലപ്പോൾ വിലയായിട്ട് നൽകാൻ സന്നദ്ധരായി നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള, പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്ന ശനിദോഷ നിവാരണം എന്നൊക്കെ ആ രീതിയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ശനിദോഷവുമായി ബന്ധപ്പെട്ട് ഉള്ള വലിയ പൂജകളുമൊക്കെ വലിയ പണത്തിൻ്റെ ചിലവുള്ള, വലിയ തുകയുടെ ചിലവുള്ള പൂജകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ചില നമ്മളുടെ ശബരിമലയിലെ പൂജാരിമാർ തന്നെ, തന്ത്രിമാരൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട പൂജകൾ സംസ്ഥാനത്തിന് പുറത്തും നടത്താറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പൂജകൾക്ക് ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഈ പാളികൾ കൊണ്ടുപോയതാണോ? ഇത് ഏതെങ്കിലും അത് അഫോർഡ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു ധനികന്റെ വീട്ടിലുണ്ടോ? അതിനി ഈ ഡി മണിയുടെ പക്കലിലൂടെയൊക്കെയാണോ പോയത് എന്നൊക്കെയുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും ഇതുവരെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസും SITയും അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരെയും പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുകയും അവരുമായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവുകളുമൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലൊന്നും ഇതുവരെ ഈ ഡി മണിയെന്നോ തമിഴ്നാട്ടിലെ ഇങ്ങനൊരു കണക്ഷനോ വെളിപ്പെട്ടിട്ടില്ല. ഇതിൽ ഈ അവസാന ഘട്ടമെത്തുമ്പോൾ രമേശ് ചെന്നിത്തലയും കൂട്ടുകാരനും കൂടെ പോയിട്ടാണ് ഇങ്ങനൊരു കണക്ഷൻ പറയുന്നത്. അത് അവർക്ക് ചില വിവരങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷേ അതൊരു പ്രത്യേക ഘട്ടമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ഇവർ ഈ സ്വർണ്ണപ്പാളികൾ എന്ത് ചെയ്തു, ഉരുക്കിയെടുത്തെന്ന് അവർ പറയുന്നത് വിശ്വസിക്കാതെ നിൽക്കുന്ന ഒരു SIT, പക്ഷേ എങ്ങോട്ട് പോയി എന്ന് അറിയാതെ നിൽക്കുന്ന SIT, അവരുടെ മുന്നിലേക്കാണ് ഈ പുതിയ വിവരം വരുന്നത്. പുതിയ കണ്ണുകൂടിയാണോ, കണ്ണി വിളക്കിച്ചേർത്ത ആളാണോ ഡി മണി എന്ന കാര്യത്തിലുള്ള പരിശോധന നടക്കുകയാണ്. KV ശ്രീധരൻ കൂടിയുണ്ട്. ശ്രീധരൻ, അവിടെ നടക്കുന്ന പരിശോധനയുടെ തെളിവെടുപ്പിന്റെ, മൊഴിയെടുപ്പിന്റെ വിശദാംശങ്ങൾ ഏത് തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ലോബിയുടെ ചില വിവരങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ഡി മണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളും അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളും കൂട്ടിച്ചേർക്കാൻ ഇപ്പോൾ കഴിയും? നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ മുതൽ തന്നെ ഈ SIT സംഘം ഈ ഡിണ്ടിഗൽ മേഖലയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പല മേഖലകളായി, അതായത് ഡി മണിയെക്കുറിച്ച് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി പല മേഖലകളിലായി അവർ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നു. ഏറ്റവും ആദ്യം നമ്മളവിടെ പ്രാദേശിക മാധ്യമപ്രവർത്തകരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ ആദ്യം ഓട്ടോറിക്ഷ ഓടിച്ചേർന്നിരുന്ന ആളായിരുന്നു. അന്ന് അയാൾക്ക് പേര് ഓട്ടോ മണി എന്നായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങി. അപ്പോൾ അയാളെ ഫിനാൻസ് മണി എന്ന് നാട്ടുകാർ വിളിച്ചു. അതോടൊപ്പം തന്നെ തിയേറ്ററിൽ ക്യാൻറ്റീൻ നടത്തിയിരുന്നു. അതിനുശേഷമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കൊക്കെ കടക്കുന്നത്. ഇതുകൂടാതെ ഇയാൾ വജ്ര വ്യാപാരം കൂടി നടത്തിയിരുന്നു എന്നുള്ളതാണ് ചില പ്രാദേശിക മാധ്യമപ്രവർത്തകർ, ഡിണ്ടിഗലിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത്. ഏതായാലും ഇയാളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം SIT നടത്തുന്നുണ്ട്. പ്രാഥമികമായി പോലീസിനോട് ഇയാൾ പറയുന്നത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലും ഇത് സംബന്ധിച്ച് ഡി മണിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല താനും. ഏതായാലും പോലീസ് വിശദമായിട്ട് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു. ഇതോടൊപ്പം തന്നെ ഇയാളുടെ സുഹൃത്തും ഇടനിലക്കാരനുമൊക്കെയുമായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്നയാളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ചോദ്യം ചെയ്യൽ അവിടെ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വളരെ താഴെത്തട്ടിൽ നിന്ന്, സാധാരണക്കാരനിൽ നിന്നാണ് വളരെ പെട്ടെന്ന് കണ്ണടച്ചു തുറക്കും മുൻപാണ് ഇയാൾ വലിയ ധനികനായത് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. സ്ക്രാപ്പ് ഡീലിംഗ് ഇയാൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ പുരാവസ്തു കച്ചവടം പലപ്പോഴായിട്ട് ഇയാൾ നടത്തിയിരുന്നു എന്നൊക്കെ വിവരങ്ങൾ പ്രാദേശികമായി ലഭ്യമാണ്. ഏതായാലും ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നതിലൂടെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വിശദമായ പരിശോധനയും ചോദ്യം ചെയ്യലും ഒക്കെ നടക്കുകയാണ്. സംശയത്തിന്റെ പേരിലാണ്. അതേസമയം ലിങ്ക് ചെയ്യാൻ കഴിയും, നമ്മൾ പറഞ്ഞ പോലെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുമുണ്ട്. അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ? ഈ SIT ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അത്തരം എന്തെങ്കിലും നീക്കമുള്ളതായി സൂചനകളുണ്ടോ ശ്രീധരൻ? നിലവിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും നമ്മൾ ഈ കേസിന്റെ ഒരു ഇതേവരെയുള്ള നാൾ വഴിയെടുത്താൽ തന്നെ പങ്കജ് ഭണ്ഡാരി ആവട്ടെ, ഗോവർദ്ധൻ ആവട്ടെ, ഇവരെയൊക്കെ വിശദമായി പല ദിവസങ്ങളിലായിട്ട് ചോദ്യം ചെയ്തിരുന്നു. SIT സംഘം അവിടെ പോയി ചോദ്യം ചെയ്തു, അവരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അങ്ങനെ പല തവണ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമാണ് ഇവരുടെയൊക്കെ അറസ്റ്റിലേക്ക്, ഏതാണ്ട് മാസങ്ങളെടുത്താണ് ഈ പങ്കജ് ഭണ്ഡാരിയെയും അതുപോലെ തന്നെ ഗോവർദ്ധനെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തൊക്കെ ആദ്യമൊക്കെ ചെയ്തത്. ഏതായാലും
ഉടനടിയുള്ള ഒരു അറസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇയാളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, ഇയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ ശേഖരിക്കുക, എന്നിട്ട് മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോകാൻ SIT നിലവിൽ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇയാളുടെ വളർച്ച എന്നുള്ളത് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വളർച്ചയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലെ ആളുകളായതിനാൽ തന്നെ, ബിസിനസ്സുകാരായതിനാൽ തന്നെ അവർ ശബരിമലയിലേക്ക് വളരെയധികം ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ വിശ്വാസം പുലർത്തുന്ന ആളുകളാണ്. ഇയാൾ പലതവണ ശബരിമലയിൽ വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ തിരുവനന്തപുരത്ത് പലതവണ വന്നു പോയതായിട്ടുള്ളൊക്കെ വിവരം SITക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് ഇയാൾക്കിതിൽ പങ്കുണ്ടോ എന്നൊക്കെ കൃത്യമായതിനു ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് SIT സംഘം കടക്കൂ എന്നാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. ഇക്കാര്യത്തിൽ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിശ്വാസ സമൂഹം മാത്രമല്ല, എല്ലാവരും. ശബരിമലയിലെ അത്യപൂർവമായ അത്ര വലിയ സ്വർണ്ണക്കൊള്ളയിൽ ആരെല്ലാമാണ് പങ്കാളികൾ, ഈ സ്വർണം എവിടെയാണ് പോയത്, ശബരിമല ദേവന്റെ സ്വത്ത് ആരാണ് കൊണ്ടുപോയത്, അക്കാര്യത്തിൽ ഏറെക്കുറെ ഒരു വിവരങ്ങൾ അറസ്റ്റിന്റെ തുടർച്ചയായി മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ആരിലൂടെ എവിടേക്ക് പോയി, പിടിച്ചെടുത്ത യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന വലിയ ചോദ്യമല്ലേ തന്നെ. ഈ പിടിച്ചെടുത്ത സ്വർണം, ഇപ്പോൾ ബെല്ലാരിയിൽ നിന്ന് സ്വർണം റിക്കവർ ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം. പക്ഷേ അതാണോ ഈ സ്വർണം? അതല്ല എന്ന് ഏതാണ്ട് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം അന്വേഷണ സംഘത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗോവർദ്ധൻ ഇങ്ങോട്ട് വന്നിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത് പറയുന്നത്, അന്ന് ഞങ്ങൾ ഉരുക്കിയെടുത്ത ഗോൾഡ് ബിസ്ക്കറ്റാക്കി ഞാൻ എൻ്റെ ജ്വല്ലറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അത് സമർപ്പിക്കാൻ SITക്ക് നൽകാൻ തയ്യാറാണ് എന്ന്. അതായത് സാധാരണ നിലൊരു മോഷണക്കുറ്റം മുതൽ തിരികെ കൊടുക്കുന്നു, ആ കേസിന്റെ നടപടി വളരെ ലഘുവാകുന്നു. അതോടുകൂടി അവിടെ ഒരു അന്വേഷണത്തിന്റെ ഫുൾ സ്റ്റോപ്പ് ആവുന്നു. അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. കാരണം അവർ പറയുന്നത് ഇതൊരു മോഷണമായിട്ടല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ച് സ്വർണം കൊണ്ടുവന്നു, സ്വർണം അടങ്ങുന്ന പ്ലേറ്റ് കൊണ്ടുവന്നു, അത് ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നു, ബാക്കി വന്ന ചെമ്പിനകത്ത് പുതിയ സ്വർണം കുറച്ച് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നു, കുറച്ച് സ്വർണം ഞങ്ങളുടെ പണിക്കൂലിയായിട്ട് എടുക്കുന്നു, ബാക്കി സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കൽപേഷിൻ്റെ കൊടുക്കുന്നു, കൽപേഷ് ഗോവർദ്ധന് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ കഥ. അതിൽ സ്മാർട്ട് ക്രിയേഷൻസും ഗോവർദ്ധനും അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതായത് അവർ സേഫാണ്, ഞങ്ങൾ സ്വർണ്ണം മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ഉണ്ണികൃഷ്ണൻ പറ്റി പറഞ്ഞതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമാണ് അവരുടെ സ്റ്റാൻഡ്. അപ്പോൾ ഇത് പഠിച്ച് ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്ന മൊഴിയായിട്ടാണ് SIT വിചാരിക്കുന്നത്. അപ്പോൾ ഈ തന്ന സ്വർണം അത് തൽക്കാലം അവർ രക്ഷപ്പെടാൻ വേണ്ടി തന്നതാണ്, തെളിവ് കൊടുത്ത് അതിൽ നിന്ന് ഊരാൻ. അപ്പോൾ മുകളിലേക്ക് അന്വേഷണം പോകാതെ അവിടെ തടയിടുക, അതിന് വേണ്ടുന്ന എല്ലാ ഹോംവർക്കുകളും അവർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കോടതിയിലെ നിലപാട് ചേർത്ത് വായിക്കാൻ കഴിയുമോ? ഇപ്പോൾ അപ്പോൾ അതിനകത്ത് ചില ആസൂത്രണങ്ങൾ കോടതിക്ക് പുറത്ത് വക്കീലന്മാർ, അഭിഭാഷകരുടെ കേന്ദ്രങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ വാസുവിൻ്റെ ആ വാദം നിലനിൽക്കില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സുവമോട്ടോ എഴുതിയിരിക്കുന്ന കേസുകൾ, അതിൻ്റെ രേഖകളെല്ലാം അവരുടെ പക്കൽ ലഭിച്ചതിന് ശേഷമാണ്. അപ്പോൾ 2 കേസുകൾ കട്ടളപ്പാളിയും ദ്വാരപാലകപാളികളും, അത് രണ്ടും മോഷ്ടിച്ചു എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുവമോട്ടോ കേസ് എടുത്തിരിക്കുന്നത്, FIR എടുത്തിരിക്കുന്നത്.